മാന്യ പ്രേക്ഷകരെ ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഗെയിം ചേഞ്ചർ അൺപ്രഡിക്റ്റബിൾ അപരാധം ലോഡിംഗ് വരാൻ പോണതേ ഉള്ളൂ സാധനം. ഈ ശങ്കർ സാറല്ല, മറ്റേ നമ്മളെ ഈ ശങ്കർ സാറ്. ശങ്കർ സാറിന് എന്ത് പറ്റിയെന്നൊരു പിടുത്തമില്ല. എന്ത് പറ്റി എൻ്റെ ശങ്കർ എന്ന് അറിഞ്ഞത്? നിങ്ങളത് എന്തോ ഇത് കാണിച്ചു വെച്ചിരിക്കുന്ന ഈ സിനിമയില് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ. ട്രെയിലർ ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. സാധാരണ പണ്ടൊക്കെ എന്ന് തന്നെ ശങ്കറിന്റെ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ കാണാൻ ഒരു ആകാംക്ഷയാണ്. നമ്മളെ ഏതുകൂടെ എന്തിനും വരെയൊക്കെ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. ട്രെയിലർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞുമോനെ ഇത് തിയേറ്ററിൽ കണ്ട അങ്ങനെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കറിന്റെ ഒരു സിനിമ ഇറങ്ങി ട്രെയിലർ കാണാമെന്ന് വെച്ചാൽ എന്തെങ്കിലും കോമഡി ഉണ്ടാ, അപരാധങ്ങൾ വല്ലതും കാണും എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടെ ട്രെയിലർ കാണണം. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ തന്നെ ഒരു 10 തരം രാംചരനാണ്. IAS ഓഫീസറായിട്ട് ഒരുത്തൻ, കൃഷിക്കാരനായിട്ട് ഒരുത്തൻ, വേലക്കാരനായിട്ട് ഒരുത്തൻ, കോളേജ് പയ്യനായിട്ട് ഒരുത്തൻ, പോലീസ് ഓഫീസറായിട്ട് ഒരുത്തൻ. ഇതിൽ ഏതാ എന്താന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. സംഭവം ഇതിന്റെ വിക്കിപീഡിയ നോക്കിയാൽ പറയുന്നത് IAS ഓഫീസർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് കറപ്റ്റഡ് പൊളിറ്റിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. IAS ഓഫീസർ സംഭവമൊക്കെ ഓക്കെ തന്നെ. പക്ഷെ ഈ ലുങ്കി കൊടുത്ത് ഈ കട്ടാന സ്ക്വാഡും പിടിച്ച് ഈ ഇന്നർ ബനിയനൊക്കെ ഇട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏതുതരം മാങ്കോട്ട് കടവിലെ ട്രെൻഡാണെന്ന് ഒരു പിടുത്തവും ഇല്ല. ശങ്കർ ട്രെൻഡാണ് ഉദ്ദേശിച്ചതെങ്കിൽ വെറും അണ്ടംകുണ്ടം കോമഡി ആയിപ്പോയെന്ന് പറയാൻ പറ്റും. ശങ്കറിന്റെ കിളിയൊക്കെ പോയെന്നാണ് തോന്നണത്. കാര്യം പുള്ളി ഇന്നും പണ്ടത്തെ ആ ഒരു ആർട്ട് വർക്കിൽ നിന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ പടം ക്യാമറയും വീഡിയോയുടെ ഒരു കളർ ക്വാളിറ്റിയും ടെക്നിക്കൽ സൈഡും മാറിയെന്നല്ലാതെ പുള്ളിയുടെ ആർട്ട് വർക്കും സ്ക്രീൻ പ്ലേ ഒന്നും ഇന്നും മാറിയിട്ടില്ല. പഴയ 10,000 ചട്ടി പൊട്ടണതും 50,000 കളറടിച്ച പെയിന്റ് അടിച്ച വീടും 30 കോടിയിലെ പൂന്തോട്ടവും ഇതൊക്കെ തന്നെ പുള്ളി ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പാറ്റേൺ ആണ്. പക്ഷെ എന്നാലും ഇത് വല്ലാത്തൊരു തരം മെന്റൽ പാറ്റേൺ ആയിപ്പോയി. എന്തായാലും പടം ഞാൻ തിയേറ്ററിൽ പോയി കാണൂല, ഉറപ്പായി. ട്രെയിലർ കണ്ടതോടെ മതിയായി. തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരെ കൊണ്ട് എന്തൊരു കാട്ടപരാധം വന്നാലും തിയേറ്ററിൽ പോയി കണ്ടേ പറ്റൂ. ഇതൊക്കെ OTT ഇറങ്ങിയാൽ തന്നെ കാണാൻ പറ്റുമെന്ന് പോലും ഒരു പിടുത്തവും ഇല്ല. എനിവേ വെറും വാദമായിട്ടുണ്ട് എന്ന് വേണം പറയാം. പിന്നെ ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. കൈറ അദ്വാനി, അഞ്ജലി, SJ സൂര്യ, പിന്നെ നമ്മളെ ജയറാം മേട്ടനൊക്കെ ഇതിൽ എന്തരായിരിക്കും എന്നൊരു പിടുത്തമില്ല. SJ സൂര്യ പിന്നെ തനി കോമാളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അഭിനയിച്ച് പുള്ളി കോമാളിയായിട്ട് പോവേ. പുള്ളിയുടെ ആക്ടിങ് പാറ്റേൺ മാറ്റി പിടിക്കണമെന്ന് വേണം ഞാൻ പറയാം. എല്ലാ നടന്മാരും പാറ്റേൺ മാറ്റിയാണ് അഭിനയിക്കുന്നത്. ഇയാൾ മാത്രം എന്തോ എത്ര വലിയ വ്യത്യസ്തനെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. പിന്നെ കൊള്ളാം, സ്ക്രീൻ പ്രസൻസ് ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. സാഹചര്യത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നതുകൊണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് സത്യം. പടത്തിന്റെ മ്യൂസിക് തമൻ ഒരു പ്രതീക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. ഒരു പാട്ട് പോലും കേൾക്കുമ്പോൾ പോണില്ല എന്ന് ഉറപ്പായി. ഞാൻ ഇതുവരെ ഒരു പാട്ടും കേട്ടില്ല. വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കാം. കാര്യം ഇപ്പൊ ചാനലൊക്കെ തുടങ്ങിയില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കണമല്ലേ. ഇങ്ങനത്തെ ചാനലൊക്കെ തുടങ്ങിയ തലവേദനയെന്ന് തന്നെ ഇതാണ്. എന്തൊരു തേങ്ങയും കേൾക്കേണ്ടി വരും. സഹിക്കണം, കാണണം, എങ്കിലേ നമുക്ക് ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ പറയാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ പോണത്. ക്യാമറ, സിനിമാറ്റോഗ്രാഫി തിരു ആർ. അയാൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാര്യം മൊത്തം VFX ആട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് എല്ലാം കൂടെ കൊണ്ടും. മൊത്തം ഒരു കളറ് മയം. ഇതിൽ അപരാധം ഉടനെ തന്നെ കാണാം. സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയും. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ശങ്കറിന്റെ പടം പോലെ തന്നെ 75 കോടി മുടക്കി ഇതിൽ 4 പാട്ട് ചെയ്തിട്ടുണ്ടോ തന്നെ. 4 പാട്ടും ഒരു കട്ടൗട്ട് വെട്ടി ഒട്ടിച്ച് കണക്കാണ് ഇരിക്കുന്നത്. പാട്ട് മൊത്തം ഫോട്ടോഷോപ്പിലാണോ പിക്സാർട്ടിലാണോ ഇവന്മാർ എഡിറ്റ് ചെയ്തതെന്ന് യാതൊരു പിടുത്തവും ഇല്ല. അമ്മാതിരി എഡിറ്റിംഗ് ആയിപ്പോയി. പുള്ളിയെ തന്നെ മറന്ന പോലെയാണ് ഇപ്പൊ സിനിമയൊക്കെ എടുക്കണം. ഇന്ത്യൻ 3 നമുക്കിനി പ്രതീക്ഷിക്കാം വല്ലതൊക്കെ വരുമെന്ന്. വേറെ ഇനി ഇതൊന്നും പറയാനൊന്നും ഇല്ല. ഇത് അത്രയ്ക്ക് ഇത്രയായി. ഇവന്മാരെയൊക്കെ കയ്യിലുള്ള വെടിയിലെ മരുന്ന് തീർന്നെന്ന് വേണം പറയാൻ. ഇപ്പം ഡിംബു സ്റ്റോക്സില് എന്തായാലും ഗെയിം ചേഞ്ചറിന്റെ ട്രെയിലർ ഞാൻ കണ്ടു. നല്ല ഊക്കൻ ട്രെയിലർ ആയിട്ടുണ്ട്. ഇനി മേലെ ഇനി കാണാല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയാണ് ട്രെയിലർ എങ്കിൽ സിനിമയൊക്കെ കണ്ടിരിക്കണമേ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വാടിക്കളായി. ഇമാതിരി അവസ്ഥയാണ് ട്രെയിലറിന്. എന്തായാലും നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ഇങ്ങനെയുള്ള മസാല പിച്ച്, ഹൈ പിച്ചിലുള്ള മൂവീസ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. ഇനി വരണ തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മസാല പിച്ച് മൂവിയൊന്നും നമുക്ക് വേണ്ട.
കാര്യം വിദേശത്തുള്ളവരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ കണ്ട് നിർത്തി മതിയാക്കി. ഈ ഇടയ്ക്ക് ഒരു മീം ഞാൻ വായിച്ചായിരുന്നു. ഡിസ്ട്രിക്ട് 9 എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ഫുൾ ഫാമിലി തന്നെ അവർ സെയിലാക്കും എന്നാണ് പറയുന്നത്. അതിന് ആൾക്കാർക്ക് അതൊക്കെ മതി എന്ന് കണ്ടിരിക്കണം. അല്ലാതെ ഈ കണ്ട കോമാളിത്തനം തന്നെ വീണ്ടും വീണ്ടും കാണിച്ച് 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 വെറുപ്പിക്കലാണ് പരിപാടി. ഈ വെറുപ്പിയിലെ പരിപാടി നിർത്തുക. ശങ്കറെന്നല്ല, ഇനി ഇതുപോലത്തുള്ള എല്ലാ ഡയറക്ടർമാരും ഈ വെറുപ്പിയിലെ പരിപാടി നിർത്തി ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംതിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പൻസ് എന്ന് പറയുന്നതാണ് കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാൻ നോക്കണം. അപ്പം വീണ്ടും ഒരു അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സംഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലിംബോ സ്റ്റോക്സ്. ബൈ.